താഴും തളിരും മിഴിപ്പൂത്തിൽ. എന്താ പറഞ്ഞേ? അശ്ലീലം പറയുന്നത് എന്താ? അപ്പൊ ഇന്ന് ജാൻമണി ഓൾറെഡി അമ്പലത്തിലൊക്കെ പോയിട്ട് നല്ല സുന്ദരായിട്ട് വന്നിരിക്കുകയാണ്. എന്തൊരു ചന്തവാ! അയ്യോ പൊന്നിന്റെ നിറം, തലമുടിക്ക് വരെ സ്വർണത്തിന്റെ നിറം. അന്ന് ഞാൻ സുന്ദരിയായിരുന്ന ജാൻമണി, പക്ഷെ ഇന്ന് ജാൻമണി കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് എനിക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്ക് പ്രസാദമൊക്കെ കൊണ്ടുവന്ന് തരാൻ വേണ്ടി വന്നാട്ടോ. ഒരു പ്രതിപകാരം പ്രതീക്ഷിച്ചല്ല ഞാനിത് ചെയ്യുന്നത്. ടച്ച് വുഡ്, ഐ ആം സോ ഹാപ്പി. നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയില്ല. ഫ്രണ്ട് അല്ല, ലൈക്ക് എ സിസ്റ്റർ. ഓ, നിങ്ങൾ വലിയ ഭാഗ്യവാനാണല്ലോ എന്റെ ഈശ്വര. അപ്പൊ ഇന്ന് ജാൻമണി കൊണ്ട് ഞാൻ പാട്ട് പഠിപ്പിക്കേ. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? അത് ശരിയാ, അത് ശരിയാ. നീ എന്റെ ചുണ്ടത്ത് ഒത്തിരി താരത്തി കൊത്തിയപ്പോൾ കാത്തൊരു കിളുങ്ങിയോ എന്റെ കൺമസി കലങ്ങിയോ. കലക്കിയിട്ടുണ്ട്, നല്ല രസമുണ്ട് കേൾക്കാൻ. കാത്തൊരു കിളുങ്ങിയോ കൺമസി കലങ്ങിയോ മാനത്തി മുട്ടിന് നാണം വന്നു ഉള്ളിൽ നാട്ടുവേന് കാത്തരിച്ചു. തന്നെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ബാത്റൂമിലോ മാത്രമാണ് ഈ ഫീൽ ചെയ്ത് പാടാൻ. താരും തളിരും മിഴിപ്പൂട്ടിൽ താഴെ ശാമമ്പരത്തിൽ നിരമായി. താഴും തളിരും മിഴിപ്പൂത്തിൽ താഴെ ശാമമ്പരത്തിൽ. എന്താണ് ചിരിക്കുന്നത്? മലയാളം അറിയില്ലാന്ന് തോന്നുന്നു. വയലാർ എഴുതുമോ ഇതുപോലെ? താഴും തളിരും മിഴിപ്പൂത്തിൽ താഴെ. പെണ്ണെ നീ നിർത്തിക്കോ, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. ശാമമ്പരത്തിൽ നിരമായി. മിഴിപ്പൂട്ടി. ഏതാണ് ഈ സാധനം? ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.